ഹായ് ഗായ്സ് വെൽക്കം ടു മേപ്പിൾ മലയാളി വ്ളോഗ്സ്. സോ ഈ ഒരു കവർ പിക്ചർ കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ഇന്ന് IELTS-നെ കുറിച്ചും സെൽപിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ രണ്ട് എക്സാമും എഴുതിയതാണ്. ചിലരെങ്കിലും കാണും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്, IELTS എഴുതണോ അതോ സെൽപിപ്പ് എക്സാം എഴുതണോ, ഏതായിരിക്കും നല്ലതെന്ന്. ചില ആൾക്കാർക്ക് IELTS ആയിരിക്കും ഈസി, ചില ആൾക്കാർക്ക് സെൽപിപ്പ് ആയിരിക്കും ഈസി. ഈ വീഡിയോയിലൂടെ ഈ രണ്ട് എക്സാമും എഴുതിയ ഒരു ആളെന്ന നിലയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ സെൽപിപ്പ് എക്സാമിനെ പറ്റി ആദ്യം പറയാം. ഇപ്പോൾ സെൽപിപ്പ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, കമ്പ്യൂട്ടറിൽ തന്നെയാണ്. അതെല്ലാം അറ്റ് എ ടൈം കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം സെൽപിപ്പിൻ്റെ ലിസണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓഡിയോ കേട്ടിട്ട് നമ്മളത് നോട്ട് ചെയ്തിട്ട് പിന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ആദ്യം ഓഡിയോ കേട്ടിട്ട് പെട്ടെന്ന് എഴുതി നോട്ട് ചെയ്ത് പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരിക്കലും സെൽപിപ്പ് പ്രിഫർ ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, സെൽപിപ്പിൻ്റെ റീഡിങ് എനിക്ക് IELTS-ൻ്റെ റീഡിങ്ങിനെക്കാട്ടിലും കുറച്ച് ഹാർഡായിട്ടാണ് തോന്നിയത്. ഇനി റൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത് രണ്ടും, സെൽപിപ്പിൻ്റെയും IELTS-ൻ്റെയും രണ്ടും റൈറ്റിംഗ് ഒരേപോലെയാണ് തോന്നിയത്. സെൽപിപ്പിൻ്റെ റൈറ്റിങ്ങിനകത്ത് ഒരു സർവേയും ലെറ്ററും ആയിരുന്നു, IELTS-നകത്ത് എസ്സേയും ലെറ്ററും വരുന്ന പോലെ. അതെനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽപിപ്പിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെയാണ് നമ്മൾ സ്പീക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കും അടുത്തിരിക്കുന്ന ആളും സ്പീക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് എക്സാം എഴുതിയപ്പോൾ തോന്നിയ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ച അതേ സമയത്ത് തന്നെ അടുത്തിരുന്ന ആളും സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഞാൻ സെൽപിപ്പ് പ്രിഫർ ചെയ്യില്ല. ഇപ്പം മൊത്തത്തിൽ എന്നോട് ചോദിക്കുകയാണ് IELTS ആണോ സെൽപിപ്പ് ആണോ നല്ലതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് IELTS ആണ് ഒന്നുകൂടെ ഈസി എന്നുള്ളത്. കറക്റ്റായിട്ട് നമുക്കിപ്പോൾ 8,777 ആണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ട ആ ഒരു 8,777 കിട്ടാനുള്ള ഒരു ടിപ്സും ട്രിക്സും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നല്ലപോലെ ഒന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് 8,777 മേടിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. സോ IELTS-നെ പറ്റി ഇനി നമുക്ക് പറയാം. IELTS-നകത്ത് ഞാൻ ആദ്യം ലിസണിങ്ങിനെ പറ്റി പറയാം. ഞാൻ ആദ്യം ലിസണിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം യൂട്യൂബിനകത്ത് ഇങ്ങനെ IELTS ലിസണിങ് എന്ന് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറേ വീഡിയോസ് വരുമല്ലോ. ഇപ്പം Jan 4, December 30. അപ്പം നമ്മൾ വിചാരിക്കും അന്നൊക്കെയുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിരുന്ന് പ്രാക്ടീസ് ചെയ്യും. എല്ലാവരെയും പോലെ ഞാനും അതിരുന്ന് ചെയ്തു. പക്ഷേ എനിക്ക് കുറച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി നമ്മുടെ എക്സാം ഫോളോ ചെയ്യുന്നത് കാംബ്രിഡ്ജ് ടെക്സ്റ്റ് ബുക്കിനെയാണ്. ആ കാംബ്രിഡ്ജ് ടെക്സ്റ്റിലുള്ള ലിസണിങ്ങും ഈ യൂട്യൂബിൽ കാണിക്കുന്ന ലിസണിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാംബ്രിഡ്ജ് ടെക്സ്റ്റ് ബുക്കിലെ ലിസണിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിന് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഇങ്ങനെ കാംബ്രിഡ്ജ് ടെക്സ്റ്റ് ബുക്ക്, എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ റിലീസായത് കാംബ്രിഡ്ജ് ടെക്സ്റ്റ് ബുക്ക് 20 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 1 to 20 വരെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പുസ്തകം വരും. ഏതോ ഒരു ഗൂഗിളിൽ തന്നെ ഒരു ചാനലിനകത്താണ് ഈ കാംബ്രിഡ്ജിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കാണാം. അപ്പോൾ ആ ഒരു ടെസ്റ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാം, റീഡിങ് പ്രാക്ടീസ് ചെയ്യാം, സ്പീക്കിംഗ് ഉണ്ട്, റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനും എല്ലാം വരും. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കാംബ്രിഡ്ജിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ലിസണിങ് പ്രാക്ടീസ് ചെയ്യാനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം നിങ്ങൾ ബ്രിട്ടീഷ് കൗൺസിലാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് തന്നെ ഓൾറെഡി കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളത് ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ തരും. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ കാംബ്രിഡ്ജിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് 35, 36 ഒക്കെ കിട്ടും. അതേസമയം ഞാൻ പോയി ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ലിസണിങ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 28, 29, എനിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുമായിരുന്നു. ദൈവമേ ഇത്രയും മാർക്ക് കുറവാണോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റെഡിറ്റിലും ഗൂഗിളിലൊക്കെ നോക്കിയപ്പം വേറെ ആൾക്കാർ പറഞ്ഞേക്കുന്നുണ്ട് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫായിട്ടാണ് കൊടുക്കുന്നത്, പക്ഷേ എക്സാമിന് ഫോളോ ചെയ്യുന്നത് കാംബ്രിഡ്ജാണ്. അപ്പോൾ അത് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ ആ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അവരുടെ പ്രാക്ടീസ് സെക്ഷൻസ് ചെയ്യുന്നത് നിർത്തി. അത് ആക്ച്വലി വേസ്റ്റാണ്. നമുക്ക് മാർക്ക് കുറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അത് കളയത്തതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഫുൾ വീഡിയോയിലൂടെ എനിക്ക് ലിസണിങ്ങും റൈറ്റിങ്ങും റീഡിങ്ങും എല്ലാത്തിനെ പറ്റി പറയാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ലിസണിങ് കംപ്ലീറ്റ് ആക്കാം ആദ്യം. അപ്പം നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പം കാംബ്രിഡ്ജിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ലിസണിങ് പ്രാക്ടീസ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ഈ ലിസണിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മാപ്പ് ഉണ്ടല്ലോ, മാപ്പ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും കുറച്ച് കൂടുതൽ മാപ്സ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഇപ്പം നമ്മൾ അതിനകത്ത് ഡയറക്ഷൻസ് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, അത് നല്ലപോലെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാപ്പ് നമുക്ക് നല്ലപോലെ ഈസി ആയിരിക്കും. ഇപ്പം മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പർ തരും. ഈവൻ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് അറ്റൻഡ് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ആയിട്ടൊരു പേപ്പർ തരും. ആ പേപ്പറിൽ നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഒരു ആരോ പോലെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി നിങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് ഡയറക്ഷൻ, അപ്പം ഒന്നുകൂടി എളുപ്പമായിരിക്കും അത് കണ്ടുപിടിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം ലിസണിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പം 2-3 ഓപ്ഷൻസ് കാണും. അപ്പോൾ ഇപ്പം ഓഡിയോയ്ക്കകത്ത് പറയും ഓക്കെ സെക്കൻഡ് ഓപ്ഷൻ ആണെന്ന് അവർ പറയും. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? സാധാരണ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി പോകും, അല്ലേ? അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഓഡിയോയ്ക്കകത്ത് അവർ സംസാരിക്കുന്നത് വരെയും നമ്മൾ ആ പറഞ്ഞ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും അവരെന്താണ്, ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും അവർ മുന്നേ പറഞ്ഞ ഓപ്ഷനല്ല അടുത്ത ഓപ്ഷനാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം നമ്മൾ ലിസണിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അവർ ഓഡിയോയിൽ പറഞ്ഞു, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് മിസ്സായിപ്പോയി. നമ്മൾ ഒരിക്കലും പാനിക്കായി നമ്മൾ പിന്നെ ആ ക്വസ്റ്റ്യൻ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ കണ്ടിന്യൂസ് ഉള്ള എല്ലാം നമുക്ക് മിസ്സായിപ്പോവും. ആ മിസ്സായത് പോട്ടെ, ഒരെണ്ണം തെറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 39 അല്ലേ ആവുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത ഒരു 5-6 എണ്ണം ആയിരിക്കും തെറ്റിപ്പോകുന്നത്. അപ്പോൾ ആ തെറ്റിയത് അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാം ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എന്നിട്ട് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് തോന്നുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ആ കേൾക്കാതെ വിട്ടുപോയ പാർട്ടിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ലിസണിങ്ങിൽ തോന്നിയിട്ടുള്ളത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 8 ആണ് നിങ്ങൾക്ക് ലിസണിങ്ങിൽ വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പാടുള്ളൊരു സ്കോറല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് തെറ്റ് വരുമ്പോൾ ഇപ്പം നമുക്ക് 2 എണ്ണം തെറ്റിയെന്ന് വെച്ചു, അപ്പോൾ നിങ്ങൾ ഉടനെ എടുത്ത് അടുത്ത നമ്മൾ കൂടുതൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾക്ക് എങ്ങനെയാണ് തെറ്റ് വന്നതെന്ന് അനലൈസ് ചെയ്യണം. വീണ്ടും ഓഡിയോ കേൾക്കണം. നിങ്ങൾക്ക് ആ തെറ്റിയത് എങ്ങനെയാണ് ആ ആൻസർ കറക്റ്റ് വന്നതെന്നുള്ളത് അത് ഓഡിയോ കേട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാവുന്നിടം വരെ കേൾക്കണം. അങ്ങനെ ഓരോ തെറ്റും വീണ്ടും കേട്ട് മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ അടുത്ത പ്രാക്ടീസ് ടെസ്റ്റിലോട്ട് പോവുള്ളൂ. അല്ലാതെ നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മുടെ തെറ്റെന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ, ഇപ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ആ സ്പെല്ലിങ്ങും പഠിച്ച് പോവാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ റീഡിങ്ങിനെ പറ്റിയും റൈറ്റിങ്ങിനെ പറ്റിയും സ്പീക്കിങ്ങിനെ പറ്റിയും പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.